ഒരു തന്മാത്ര. ഹൈഡ്രജന്റെ 2 തന്മാത്രയും ഓക്സിജന്റെ 1 തന്മാത്രയും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ജലമുണ്ടാകും. ഹൈഡ്രജന്റെ ജോലി എന്താ? ഹൈഡ്രജന്റെ ജോലി എന്താ? കത്താൻ കത്തുക. സൂര്യൻ പ്രകാശിക്കുന്ന സൂര്യനിലുള്ള വാതകം ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഹീലിയവുമാണ്. ഇനി 500 കോടി വർഷവും കൂടെ കത്താനുള്ള ഇന്ധനമേ സൂര്യനുള്ളൂ എന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. നക്ഷത്രങ്ങൾ എപ്പോഴും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രജനും ഹീലിയവും ഉള്ളത് കൊണ്ടാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ പെട്രോളിന്റെ സ്ഥാനത്താണ്. എപ്പോ വേണേലും പൊട്ടിത്തെറിച്ച് കത്താം. സൂര്യൻ ഇത്രയേറെ ചൂട് കൊടുക്കുന്നത് ഹൈഡ്രജനാണ്. 1.5 കോടി ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും 60 കോടി ടൺ ഹൈഡ്രജൻ ഹീലിയമാക്കി മാറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് സൂര്യൻ. പൊക്രാന്റെ ആണവ നിലയത്തെക്കാളേറെ ഹൈഡ്രജന്റെ 2 തന്മാത്ര കത്തുന്ന 2 സാധനം. ഓക്സിജന്റെ ജോലി എന്താ? കത്താൻ സഹായിക്കുക. തീപ്പെട്ടിയുടെ ജോലി. ഹൈഡ്രജന്റെ 2 തന്മാത്ര സ്വയം കത്തുന്ന സാധനം, ഓക്സിജന്റെ 1 തന്മാത്ര കത്താൻ സഹായിക്കുന്ന സാധനം. പെട്രോൾ ഒരു ഭാഗത്തിരിക്കുന്നു, തീപ്പെട്ടി അതിനോട് ചേർന്നിരിക്കുന്നു. എന്ത് സംഭവിക്കും? കത്തിപ്പിടിച്ചാൽ ചൂടുണ്ടാകുവോ? വയറ് വല്ലാതെ കത്ത് കാണും. വല്ലാത്ത നമ്മൾ പറയില്ലേ, വിശന്ന് വല്ലാതെ ചുട്ടു എന്നാണ്, എരിപൊരി കൊള്ളുകയാണ്. ദാഹം മൂത്ത് കഴിഞ്ഞ ഗ്ലൂക്കോസ് കുറയും. വയറിന്റെ ഉള്ളിൽ ദാഹം ഉണ്ടാകുന്നപ്പോഴാ, വിശപ്പുണ്ടാകുന്നപ്പോഴാ ഗ്ലൂക്കോസ് കുറയും. ഗ്ലൂക്കോസ് കുറയുമ്പോൾ വെള്ളം കുടിക്കാൻ മനുഷ്യന് തോന്നും. എങ്ങനെയാ തോന്നുന്നത്? ചില നാളെ പറയാം. മസ്തിഷ്കത്തിന്റെ താഴെ ഒരു ചെറിയ സാധനമാണ്, അതിന്റെ പേര് ഹൈപ്പോതലാമസ് എന്നാണ്. 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ മാത്രം വലിപ്പമുള്ള ഒരു സാധനം മസ്തിഷ്കത്തിന്റെ താഴെ ഇരിപ്പുണ്ട്. അതാണ് വെള്ളം കുടിക്കാൻ നേരത്ത് ദാഹം തോന്നിപ്പിക്കുന്നതും ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതും ശരീരത്തിന് ചൂട് കൂടുമ്പോൾ തണുക്കാൻ വേണ്ടി ശരീരത്തോട് പറയുന്ന റിമോട്ട് കൺട്രോളാണ്. ഈ തലച്ചോറിന്റെ താഴെയാണ്, അപ്പർ സെറിബ്രത്തിന്റെ താഴെയാണ് അല്ലാതെ വെച്ചിരിക്കുന്നത്. 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള നമ്മുടെ റിമോട്ടിന് 100 ചാനലുള്ള ടിവിയുടെ റിമോട്ട് മാറ്റം നമുക്ക് എത്ര വേണം? അള്ളാടെ റിമോട്ടിനെ കുറിച്ച് പഠിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ. അപ്പൊ ഞാൻ പറഞ്ഞത്, വയറ് വല്ലാതെ ചൂടായി നിൽക്കുകയാണ്. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വേണ്ടി പരവശനായി വല്ലാതെ വയറ് വല്ലാതെ ചൂടാവുകയാണ്. അല്ലാഹുവേ, ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, വയറിന്റെ ചൂടൊന്ന് ശമിച്ചിരുന്നെങ്കിൽ. ആ സമയത്ത് അല്ലാഹു പറയുന്നു, നിനക്ക് കുടിക്കാൻ ഞാൻ തരുന്നത് എന്തെന്നറിയുമോ? എപ്പോഴും സ്ഫോടക ശേഷിയുള്ള ഹൈഡ്രജന്റെ 2 തന്മാത്ര കത്താൻ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനം, തീപ്പെട്ടിയും പെട്രോളും ഒരേ സ്ഥലത്തിരിക്കുകയാണ്. കത്താൻ എപ്പോഴും സാധ്യതയുണ്ട്. അല്ലാഹു പറയുന്ന കത്തിജ്വലിക്കുന്ന സാധനം നിന്റെ വയറ്റിലോട്ടിറങ്ങുമ്പോ നിന്റെ കത്തല് മാറുകയാണ്. അള്ളാനോട് നീ പറയണ്ടേ, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലദീ ജഅലൽ മാഅ അദ്ബന ഫുറാത്താ. നബി തങ്ങൾ പറഞ്ഞു, വെള്ളം കുടിച്ചാൽ നീ ഇത് പറഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ നീ മുഅ്മിനല്ല. അല്ലാഹുവേ, ഈ കത്തിജ്വലിക്കുന്ന സാധനം കൊണ്ട് എന്റെ വയറ്റിന്റെ കത്തല് മാറ്റിയ തമ്പുരാനെ, എങ്ങനെയാണ് ബിറഹ്മതിഹി, നിന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹുവേ, എന്റെ വയസ്സിന്റെ എല്ലാ കത്തലും നീ മാറ്റി തന്നു തമ്പുരാനെ എന്ന് അല്ലാഹുവോട് നീ പറയണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല. നീ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം, നീ വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാ പറയണം. വേണ്ട, മഴത്തുള്ളി പെയ്യുന്നത് കാണുമ്പോ അല്ലാഹുവോട് നീ പറയണം അൽഹംദുലില്ലാ. അല്ലാഹു പറയുന്ന ഖുർആന്റെ ഒരു ആയത്ത് കേൾക്കുക. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ നശിപ്പിച്ച കാര്യം പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, വഅംദറനാ അലൈഹിം മതറാ. ലൂത്ത് നബിയുടെ സമൂഹത്തെ ആകാശത്ത് നിന്നും മഴ പെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ തകർത്ത് കളഞ്ഞത്. ഫസാഅ മതറുൽ മുൻദരീർ. അല്ലാഹു ശിക്ഷയായിട്ട് മഴയിറക്കിയാൽ അത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. മഴ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് പോലെ മഴ അല്ലാഹു നിങ്ങൾക്ക് ഉപദ്രവമാക്കും. ഈ ആയത്ത് പറഞ്ഞിട്ട്, മഴയുടെ കാര്യം പറഞ്ഞിട്ട് അല്ലാഹു അടുത്ത് പറയുന്നത് എന്താണെന്നറിയോ? വഖുലിൽ ഹംദുലില്ലാഹ്
അതുകൊണ്ട് നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞോ. മഴ പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ് മഴയെ നിങ്ങൾ പേടിച്ചു കൊള്ളണം. എന്നിട്ടല്ല അടുത്ത ആയത്തിൽ പറയുന്നു അതുകൊണ്ട് അൽഹംദുലില്ലാ പറയണേ. കാരണം എന്താണെന്നറിയോ? മഴയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ നിൽക്കുന്ന മേഘജാലകങ്ങൾ 10,080 കിലോമീറ്റർ ദൂരെയാണ് നിൽക്കുന്നത്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന മേഘജാലകങ്ങൾ അടുത്താക്കുന്നത് 1 സെക്കൻഡ് കൊണ്ട് 1.5 ലക്ഷം ടൺ നീരാവിയാണ് ഈ ഭൂമിയിൽ നിന്ന്, ജലമാണ് ഭൂമിയിൽ നിന്ന് നീരാവിയായി മുകളിലോട്ട് പോകുന്നത്. അതേ അളവിൽ തന്നെ 1.5 ലക്ഷം ടൺ നീരാവിയാണ് ആകാശത്ത് നിന്ന് ജലമായിട്ട് താഴോട്ട് വരുന്നത്. മഴ പെയ്യാൻ തുടങ്ങുമ്പോ 10,000 കിലോമീറ്റർ അകലെ നിൽക്കുന്ന മേഘപ്പാളിയിൽ നിന്ന് മഴ പെയ്യാൻ തുടങ്ങുമ്പോ മഴത്തുള്ളി ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. അതിന്റെ വേഗത എന്താന്ന് നിങ്ങൾക്കറിയുമോ? 1 മണിക്കൂറിൽ 580 കിലോമീറ്റർ സ്പീഡിലാണ് ആകാശത്ത് നിന്ന് മഴത്തുള്ളി താഴോട്ട് വരുന്നത്. വരുന്ന വരവിലെങ്ങാനും ആ മഴത്തുള്ളി വന്ന് നമ്മുടെ തലയിൽ വീണാല് വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, ഒരു തുള്ളി വേണവൻ പിന്നീട് എഴുന്നേക്കില്ല. അത്ര സ്പീഡിൽ വരുന്ന മഴത്തുള്ളി നിന്റെ തലയിൽ വീണാല് അതോടെ നിന്റെ മരണം സംഭവിക്കുമെങ്കിൽ മനുഷ്യൻ താമസിക്കുന്ന ഭൂമിയുടെ 1 കിലോമീറ്റർ മുകളിലെത്തുമ്പോ അല്ലാഹു മഴത്തുള്ളിയുടെ വേഗത 1 കിലോമീറ്ററിൽ 1 മണിക്കൂറിൽ 580 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന മഴത്തുള്ളിയുടെ വേഗത അല്ലാഹു 1 മണിക്കൂറിൽ 8 കിലോമീറ്ററായി കുറയ്ക്കുകയാണ്. അതാണ് ഭൂമിയിൽ വന്ന് വീഴുന്നത്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഖുർആനിൽ മഴയുടെ കാര്യം പറഞ്ഞിട്ട്, മനുഷ്യ നിനക്ക് ബുദ്ധിയുണ്ടോ? വഖുലുൽ ഹംദുലില്ലാഹ്, അല്ലാഹനെ നീ സ്തുതിക്കണേ. മാത്രമല്ല മഴ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മഴത്തുള്ളി ചെരിഞ്ഞാണ് വീഴുന്നത്. മഴത്തുള്ളി നേരെ വന്ന് വീഴാറില്ല. ഒരു സാധനം നേരെ വന്ന് തലയിൽ വീണാൽ ആഘാതം കൂടും, ചെരിഞ്ഞു വീണാൽ കുഴപ്പമില്ല. മനുഷ്യന് ബുദ്ധിമുട്ടാകാതെ അല്ലാഹു ഇത്രയും കാര്യം നിനക്ക് ചെയ്തു തരുമ്പോ സമയം തികയാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവോട് നിങ്ങൾ പറയണേ വഖുലുൽ ഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയാതിരിക്കാൻ പറ്റുമോ? അല്ലാഹ് ചെയ്ത അനുഗ്രഹത്തിന് പറയാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ ആകെ ഹൃദയവും കുടല് പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കിടക്കുക. നമുക്കത് വിടട്ട് പോട്ട്. നമുക്കെന്തറിയാം? എന്തെങ്കിലും അറിയോ? ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല എന്നറിയുമ്പോഴാണ് നമുക്ക് അറിവുണ്ടാകാൻ വേണ്ടി അറിവുണ്ടാവുക. ഒന്നുമില്ലെന്ന് എനിക്കറിയണം. എനിക്കൊന്നും അറിയില്ല. നമുക്ക് എന്തറിയാം? കൺഫ്യൂഷ്യസിനല്ലോ കൺഫ്യൂഷ്യസ്, ലോകപ്രശസ്ത ചിന്തകനാണ് കൺഫ്യൂഷ്യസ്. റോഡിലൂടെ പോകുമ്പോൾ ഒരു കുട്ടി റോഡിലിരുന്ന് കളിക്കുകയാണ്, റോഡിന്റെ നടുക്ക്. അപ്പം ചുട്ട് കളിക്കുന്നു. കൺഫ്യൂസ് വെച്ച്, മോനെ നീ വാഹനങ്ങളും ആളുകളും പോകുന്ന റോഡിൽ വെച്ച് അപ്പം ചുട്ട് കളിച്ചാല് ഈ വാഹനം വന്ന് നിന്റെ തലയെക്കൂടെ കയറി പോവില്ലേ? നീ മാറിയെന്ന് കളിക്ക്. ആ കുട്ടി പറഞ്ഞു, പിന്നെ ഞാൻ വിവരമില്ലാത്തൊരു കൊച്ചുകുട്ടിയാണ്. ഈ വണ്ടിയിൽ വരുന്നവന്മാരെല്ലാം വിവരമുള്ളവന്മാരല്ലേ, ഞാനൊരു വിവരമില്ലാത്ത കൊച്ചുകുട്ടി നടുക്കിരുന്നവൻ അവരെന്റെ തലയെ കൂടെ അവര് മാറിപ്പോയിക്കൂടെ? കുട്ടിയുടെ ചോദ്യം. പിള്ളേർ അങ്ങനെ ചോദിക്കുള്ളൂ. എന്റെ ഉമ്മാനെ വാപ്പാക്ക് കിട്ടാക്കി വാപ്പാടെ ഉമ്മാനെ എനിക്കും കിട്ടാന്ന് പറയുന്ന പിള്ളേരാണ് ഇപ്പോൾ ഉള്ള പിള്ളേർ. ഒരു കുട്ടി പറഞ്ഞാണ് മസാല, എന്റെ ഉമ്മാനെ വാപ്പാക്ക് കിട്ടാക്കി വാപ്പാടെ ഉമ്മാനെ എനിക്കും കിട്ടും. കുട്ടി പറഞ്ഞു, നിങ്ങൾ മാറിപ്പോയി കൂടെ അവർക്ക്. ഈ കൺഫ്യൂഷൻ ഈ കുട്ടി വലിയ ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞു, നീ എന്റെ കൂടെ വന്ന് എനിക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു, നല്ല അറിവ് പഠിപ്പിച്ചു തരാം. അങ്ങനെ ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് കൺഫ്യൂഷ്യസ്, ലോക പ്രശസ്ത ചിന്തകൻ, ഒരു മതം ഉണ്ടാക്കിയ ആളാണ് കൺഫ്യൂഷ്യസ്. മതം നടത്തിക്കൊണ്ടുപോയി. പോയ വഴിക്ക് സമർത്ഥനായ കുട്ടി, നിങ്ങൾ എന്നെ ഒത്തിരി കാര്യം പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞില്ല. അതെ, ഞാൻ ചില സംശയങ്ങളുണ്ട്, ചോദിക്കട്ടെ? കൺഫ്യൂഷ്യസ് ചോദിച്ചോളൂ. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, മാമ ഈ ആകാശത്ത് എത്ര നക്ഷത്രം ഉണ്ടെന്നൊന്ന് പറഞ്ഞുതരാവോ? കൺഫ്യൂഷ്യസ് ആകെ വലിയ കൺഫ്യൂഷ്യസിലായി. നീ വേറെ വല്ലതും ചോദിക്ക്, ഈ സമുദ്രത്തിൽ എത്ര തിരമാല വരുന്നെന്ന് പറയാം ഒരു ദിവസം? കൺഫ്യൂസ്. ഇതിപ്പോ വേലി കിടന്ന പാമ്പിനെടുത്ത് തോളി വെച്ച മാതിരിയായില്ല, ഇപ്പൊ എന്താ ചെയ്യണേ? അപ്പോ പറഞ്ഞു, മോനെ നീ വേറെ ഈ ഭൂമിയിൽ എത്ര മണൽത്തരി ഉണ്ടെന്ന് പറയാവോ? കൺഫ്യൂഷ്യസിന് ദേഷ്യമായി. കൺഫ്യൂസ്, മോനെ നീ ചുമ്മാ ഈ ആകാശത്തും ഭൂമിയിലും കടലിലും കിടക്കുന്ന കാര്യം ചോദിക്കാതെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യം ചോദിക്കും. നമ്മുടെ കൺമുമ്പിൽ ഇപ്പൊ കാണുന്ന കാര്യം ചോദിക്കാതെ ഞാൻ പറഞ്ഞു. അപ്പൊ ആ കുട്ടി ചോദിച്ചാൽ, ഞാൻ കൺമുമ്പിൽ കാണുന്ന കാര്യം ചോദിക്കട്ടെ? ശരി, നിങ്ങളുടെ കൺപോളയിൽ എത്ര പീലി ഉണ്ടെന്ന് പറയാവോ? കണ്ണിന്റെ മുമ്പിൽ ആദ്യം കാണുന്നത് ഈ പീലിയാണ്. അതെത്രയാന്ന് അറിയാൻ പാടാത്ത നമ്മൾ പിന്നെ വേറെ അറിഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അറിവല്ല ഉണ്ടാകേണ്ടത്, എനിക്ക് അറിയില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. അറിവെല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? തിരിച്ചറിവാണില്ലാത്തത്. അറിവെല്ലാവർക്കും ഉണ്ട്, തിരിച്ചറിവില്ല. കള്ളു കുടിക്കൽ ഹറാമാണെന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ടും കുടിക്കുന്നത് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. പലിശ മേടിക്കലെന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ട് പലിശ മേടിക്കുന്നത് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്.
തല നിറച്ചിട്ട് നടക്കണമെന്ന് എല്ലാ പെണ്ണിനും അറിയാം. എന്നിട്ട് തല മറയ്ക്കാത്തത് അറിവില്ലാത്തത് കൊണ്ടല്ല, തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. കള്ളു കുടിക്കരുത് എന്ന്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫുന്ന് വലിച്ചു വിടുന്നത് അറിവില്ലാഞ്ഞിട്ടല്ല, തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. അറിവ് ഇബ്ലീസിനുണ്ടായിരുന്നു, ഇബ്ലീസിനില്ലാതെ പോയത് തിരിച്ചറിവാണ്. അതുകൊണ്ട് തിരിച്ചറിവുണ്ടാകണം. തിരിച്ചറിവുണ്ടാകണമെങ്കിൽ രണ്ട് കണ്ണ് പോരാ. തിരിച്ചറിവുണ്ടാകണമെങ്കിൽ കടമ്മനിട്ട് പറഞ്ഞതുപോലെ കണ്ണു വേണം ഇരുഭാഗങ്ങളിലെപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്നൊരുൾക്കണ്ണ് വേണം, അണയാത്ത കണ്ണ്. മുകളിലും താഴെയും കണ്ണ് വേണം, താഴെ മുകളിലും കണ്ണ് വേണം. ഇതെല്ലാം ഉള്ളതുപോലെ കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്ന ഒരു ഉൾക്കണ്ണ് വേണം, അണയാത്ത കണ്ണ്. കണ്ണിന്റെ ഉള്ളിലൊരു കണ്ണ് വേണം, അതാണ് അകക്കണ്ണ്. അല്ലേ? ഖുർആൻ പറഞ്ഞതല്ലേ, ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ